ഹലോ ട്രേഡേഴ്സ്. ഇന്നലത്തെ അനാലിസിസിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. മാർക്കറ്റ് വളരെ സ്റ്റീപ്പായിട്ടുള്ളൊരു ട്രെൻഡാണ് ഇവിടെ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പുൾ ബാക്ക് ഇവിടെ ആവശ്യമാണ്. ആ പുൾ ബാക്ക് ആയിരിക്കണം ഇന്ന് സെക്കൻഡ് ഹാഫിന് ശേഷം സംഭവിച്ച ഒരു ബൈ ബാക്ക്. മാർക്കറ്റ് അപ് ട്രെൻഡിലേക്ക് കയറിയിട്ടില്ല. ക്ലിയർ ആയിട്ട് തന്നെ നമുക്കത് ചാർട്ടിൽ കാണാൻ കഴിയും. ഇന്ന് മാർക്കറ്റ് ഏകദേശം 35 പോയിന്റ് ഗ്യാപ് ഡൗണിലായിരുന്നു ഓപ്പൺ ചെയ്തത്. അതിനുശേഷം നല്ലൊരു പി തരികയും ഇവിടെയായിരുന്നു മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നല്ലൊരു പി തരികയും അവിടുന്ന് വീണ്ടും മാർക്കറ്റ് റിക്കവർ ചെയ്ത് 23,502 എന്ന് പറയുന്ന ഒരു ലെവലിലേക്ക് മാർക്കറ്റ് എത്തുകയും ചെയ്തു. ഇന്നത്തെ ക്ലോസിംഗ് വെച്ചിട്ട് മാർക്കറ്റ് 23,600 എന്ന് പറയുന്ന ഈ ഒരു ലെവലിലും 23,900 എന്ന് പറയുന്ന ഒരു ലെവലിലേക്കും എത്തേണ്ടത് ചാർട്ട് പ്രകാരം ആവശ്യമാണ്. പക്ഷെ മാർക്കറ്റ് അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അതൊരു അപ് ട്രെൻഡിലേക്ക് കയറുന്നതിന് തുല്യമാകും. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് സെക്കൻഡ് ലെവലിനുള്ള പോസിബിലിറ്റി കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ 23,600 റിജക്ഷൻ എടുത്തിട്ട് മാർക്കറ്റ് താഴേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. വേറൊരു വിഷയമുള്ളത്, ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നാളെ ഈ ഒരു റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ നമുക്ക് മാർക്കറ്റ് ഇങ്ങനെ കയറി പോകാനുള്ള ഒരു സാധ്യത നമുക്ക് കാണാൻ സാധിക്കും. നാളെ നിഫ്റ്റിയുടെ എക്സ്പയറി കൂടിയാണ്. സൂക്ഷിച്ച് മാത്രം ട്രേഡ് ചെയ്യുക.